കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ആരാധനകളിൽ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധനാ ദിവസം കൊട്ടിയൂരിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. 10 കിലോമീറ്ററോളം വാഹന ഗതാഗത തടസ്സവും ഉണ്ടായി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധനാ ദിവസം വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. അക്കരെ സന്നിധാനവും ഇക്കരെ സന്നിധാനവും നിറഞ്ഞു. ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിലെ നാനാഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങളുടെ വമ്പിച്ച തിരക്കാണ് അക്കരെ സന്നിധിയിൽ അനുഭവപ്പെട്ടത്. ഭക്തജനങ്ങളാൽ തിരുവഞ്ചിറ നിറഞ്ഞു കവിഞ്ഞു. കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും വലിയ തരത്തിലുള്ള ക്യൂവാണ് അനുഭവപ്പെട്ടത്. ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ അക്കരെ സന്നിധിക്ക് സമീപം പുതിയ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിലും കൊട്ടിയൂരിൽ നിന്നും 10 കിലോമീറ്റർ വരെ ദൂരമുള്ള മഞ്ഞളാംപുരം വരെയാണ് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടത്. വിവിധ മേഖലകളിൽ നിന്നും എത്തിയ ടൂറിസ്റ്റ് ബസ്സുകളടക്കം ചെറുതും വലുതുമായ വാഹനങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹത്തിൽ ഭക്തജനങ്ങൾ വീർപ്പുമുട്ടി. മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടന്നത്. വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന സമാന്തര പാതയിലും വലിയ ഗതാഗത തടസ്സമാണ് രൂപപ്പെട്ടത്. മഴ മാറിയതോടെ ശക്തമായ ചൂട് അനുഭവപ്പെട്ടിട്ടും ഇതിനെ വകവയ്ക്കാതെ എത്തിയ ഭക്തജന പ്രവാഹം ദേവസ്വം വളണ്ടിയർമാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഏറെ പ്രയാസപ്പെടുത്തി. ഈ വർഷം വൈശാഖ മഹോത്സവം തുടങ്ങിയതിനു ശേഷം ഏറ്റവും വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.